ഇത്തവണ തിരഞ്ഞെടുപ്പിൽ അരുവിക്കര പിടിച്ചെടുക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി VS ശിവകുമാർ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം ഇപ്പം നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ എങ്ങനെ അരുവിക്കര പിടിച്ചെടുക്കുകയല്ലേ? ഉറപ്പായിട്ട് അരുവിക്കര പിടിച്ചെടുക്കാനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഞാൻ തിരുവനന്തപുരം അവിടെ MLA ആയിരുന്നു. അപ്പോൾ അരുവിക്കര നിയോജക മണ്ഡലം G. കാർത്തികേയൻ എന്ന എൻ്റെ നേതാവ് 10-25 വർഷക്കാലം നിയോജക മണ്ഡലം ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുത്രനും കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിലൊരു MLA ഇല്ലായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ പറയുന്നതല്ല, ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. എൻ്റെ പേര് അരുവിക്കരയിലേക്ക് ഉയർന്നു വന്നപ്പോൾ വളരെയധികം ആളുകൾ UDFൻ്റെ മാത്രമല്ല, നമ്മുടെ പാർട്ടിക്കാർ മാത്രമല്ല, UDFും പൊതുജനങ്ങളും ഒരുപാട് ആളുകൾ പറയും, സാറ് വരണം, ഇവിടെ ഞങ്ങൾ വിജയിപ്പിക്കും, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സ്വാഗതമാണ് എനിക്ക് കിട്ടിയത്. ഇവിടെയും ഒരു ടീം UDF ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഇവിടെ വലിയ വിജയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ അരുവിക്കര ഒത്തിരി വികസനം ആവശ്യമുള്ള ഒരിടമാണ്. അപ്പം കഴിഞ്ഞ 5 വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇനിയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വികസനം തന്നെ ആവില്ലേ മുന്നോട്ട് വെക്കാനുണ്ടാവുക? തീർച്ചയായിട്ടും ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുക, നാടിൻ്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക, G. കാർത്തികേയൻ തുടങ്ങി വെച്ച വികസന പ്രവർത്തനം അത് പൂർത്തീകരിക്കുവാനും പുതിയ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, വികസനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലിരിക്കുന്ന ഉദ്ദേശം. വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇനി ഇലക്ഷന്. പെട്ടെന്നായിരുന്നല്ലോ പ്രഖ്യാപനം. അപ്പം തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഇങ്ങനെ അരുവിക്കരയിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാ ഇടങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് ജനങ്ങളിലേക്കൊക്കെ എത്താനുള്ള ആ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നുണ്ട്? ഒരു 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരരുത്. ഈ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന അഴിമതിയും വികസന വിരുദ്ധ സമീപനമെടുത്ത് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സർക്കാർ, ശബരിമല പോലെയുള്ള സംഭവങ്ങൾ ലോകചരിത്രത്തിലെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ജനങ്ങളുടെ മനസ്സിലിരിക്കുകയാണ്. അതിന് ഒരുപാട് ദിവസമൊന്നും വേണ്ട, കുറച്ച് ദിവസം മതി അവർ വിധി എഴുതിക്കൊള്ളൂ, യാതൊരു സംശയവുമില്ല. വിജയാശംസകൾ. താങ്ക് യു വെരി മച്ച്.